മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുക്കാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ സംഘം പങ്കുവച്ചത് പുത്തൻ അനുഭവത്തിന്റെ സന്തോഷം. വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവർ സംവാദവേദിയിൽ അവതരിപ്പിച്ചു. ലോകം തിരുവല്ലയിൽ സംഗമിക്കുന്ന പ്രതീതിയാണ് മൈഗ്രേഷൻ കോൺക്ലേവ് വേദികളിൽ. 75 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാ തിരക്കും മാറ്റിവെച്ച പരിപാടിയിലേക്ക് എത്തിയത് നാടിന്റെ വികസനത്തിനുതകുന്ന നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ. അപ്പോൾ ഇതേപോലൊരു മഹാസമ്മേളനം അതിനുവേണ്ടി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെയേറെ പ്രയോജനമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞങ്ങൾ കുറേ പേര് ഇവിടെ എത്തിയിരിക്കുന്നു. ജോലി സാധ്യതകൾ ഏറെയെങ്കിലും വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇവർ. അതിനെതിരെ കരുതൽ വേണമെന്നും കോൺക്ലേവിൽ ഇവർ അഭിപ്രായമുയർത്തി. ഇവിടെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു പ്രശ്നം, കുറേ വ്യാജ ആളുകൾ പിന്നെ അവിടെ ആപ്പിൾ പറിക്കാനുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പൈനാപ്പിൾ പറിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നുണ്ട്. ആ പറ്റിക്കുന്ന അത്തരം സോഴ്സുകളെ കണ്ടെത്തി അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് അത്തരം പ്രവർത്തനങ്ങൾ നിരന്തരം നവോദയായാലും പിന്നെ മറ്റു ഓസ്ട്രേലിയയിലെ മുഴുവൻ സംഘടനകളായാലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കോൺക്ലേവിന് അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആളുകൾ കാണുന്നത്. പ്രവാസ ലോകത്തെ തിരക്കുകൾക്കിടയിലും നാടിന്റെ നല്ല മാറ്റങ്ങൾ ഇവർക്ക് നൽകുന്ന അഭിമാനം ചെറുതല്ല. മറ്റുള്ള വിദേശികളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ കേരളം ഇങ്ങനൊരു നാടുണ്ട്, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിൻ്റെ തന്നെ നെറുകയിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ അഭിമാനമായിരുന്നു. അപ്പം ഇവിടുത്തെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് പിന്നെ വളരെ അഭിനന്ദനീയമാണ്. കോൺക്ലേവിന്റെ എല്ലാ സെഷനുകളിലും പങ്കെടുത്തതിന് ശേഷം മാത്രമേ ഓസ്ട്രേലിയയിലെ പൊതുപ്രവർത്തന രംഗത്ത് കൂടി സജീവമായ ഇവർ മടങ്ങുകയുള്ളൂ. വിശ്വ കേരളം എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ നാട് എത്തുന്നതിൻ്റെ തുടക്കമാണ്. അതിനുള്ള ഓരോ പടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അഖിലേഷ് കൊടുമണ്ണിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.